Welcome back, dear friends. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഷി കൺവെർജൻസ് ക്രൈറ്റീരിയൻ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. A sequence of real numbers is convergent if and only if it is a Cauchy sequence. സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ്. ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് കണ്ടീഷനുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ കണ്ടീഷൻ കൺവെർജന്റ് ആണെന്നും രണ്ടാമത്തെ കണ്ടീഷൻ ഇതൊരു കോഷി സീക്വൻസ് ആണെന്നാണ്. നമുക്ക് കയ്യിലുള്ളത് ഒരു റിയൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സീക്വൻസ് കൺവെർജന്റ് ആണ് അസ്യൂം ചെയ്യാം. എന്നിട്ട് കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി let capital X equal to sequence X and be a sequence of real numbers and assume our sequence is convergent. If that is convergent, there is a limit, that is limit xn is equal to x. നമ്മളാണ് എടുത്തിരിക്കുന്നത്. limit xn is equal to x ആണെങ്കിൽ by the definition for every epsilon greater than 0 there exists a natural number k such that modulus of xn minus x less than epsilon by 2 for all n greater than or equal to k. നമുക്ക് epsilon by 2 എടുക്കുന്നത് ഫൈനൽ ആൻസറിൽ ഭംഗിയായിട്ട് epsilon വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ 1 എന്നുകൊണ്ട് ഒരു നെയിം ചെയ്യാം, ഇനീക്വാലിറ്റി. ഇനി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പെർട്ടിക്കുലർ കെനേക്കാൾ വലുതായിട്ട് ഒരു എമ്മും എന്നും ചൂസ് ചെയ്യുക. if m, n greater than or equal to k. നമുക്ക് കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് for every epsilon there is a natural number such that mod xn minus xm less than epsilon for all n, m greater than or equal to that particular number. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ m, n ആർബിട്രറി ആയിട്ട് greater than or equal to k ആയിട്ട് എടുത്തിരിക്കുന്നത്. we start from modulus of xn minus xm. നമുക്കറിയാം x എന്ന് പറഞ്ഞൊരു വാല്യൂ റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ആ വാല്യൂ ഈ മോഡുലസിനകത്ത് മൈനസ് n പ്ലസ് ചെയ്യുന്നു, അതിനെ ക്ലബ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ രണ്ട് ടേമുകൾ ഉപയോഗിച്ച് ഫസ്റ്റ് ടേമായിട്ടും രണ്ടാമത്തെ രണ്ട് ടേമുകൾ ഉപയോഗിച്ച് സെക്കൻഡ് ടേമായിട്ടും കൺസിഡർ ചെയ്ത് ട്രയാംഗിൾ ഇനീക്വാലിറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് xm മൈനസ് എക്സ്. ഇവിടെ എം എന്നാണ് വരിക രണ്ടാമത്തെ ടൈമില് മോഡുലസ് ഓഫ് xm മൈനസ് എക്സ്. ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എക്സ് മൈനസ് xm എന്നാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ മോഡുലസിനകത്തായ കാരണം കൊണ്ട് അതിനെ xm മൈനസ് എക്സ് എന്ന് എഴുതാം. നമുക്ക് കയ്യിലുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞ ഇനീക്വാലിറ്റി നമ്പർ 1 പ്രകാരം മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇവിടെ എമ്മും എന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണ്. അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ള രണ്ട് മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. സോ വി ഗെറ്റ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ടോട്ടലി വി ഹാവ് എപ്സിലോൺ. ഇപ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a natural number k such that your modulus of xn minus xm less than epsilon for all m, n greater than or equal to k. This means by the definition of Cauchy sequence your sequence xn is a Cauchy sequence. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. നമുക്ക് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ കോൺവേഴ്സ്ലി നമുക്ക് അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? സീക്വൻസ് xn Cauchy സീക്വൻസ് ആണെന്ന് അസ്യൂം ചെയ്യണം. പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് xn കൺവെർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഹിയർ അവർ ലെറ്റ് സീക്വൻസ് xn ബി ദ സീക്വൻസ് Cauchy സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതിനു മുൻപ് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. സീക്വൻസ് Cauchy സീക്വൻസ് ആണെങ്കിൽ സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കും. സോ ബൈ ദാറ്റ് തിയറം വി സേ ദാറ്റ് അവർ സീക്വൻസ് xn ഈസ് ബൗണ്ടഡ്. സീക്വൻസ് xn ഇപ്പോൾ ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം ഫോർ സീക്വൻസസിലെ ഏതൊരു ബൗണ്ടഡ് സീക്വൻസിനും ഒരു കൺവെർജന്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും.
So here xn is a bounded sequence. Then by Bolzano-Weierstrass theorem, this sequence has a convergent subsequence. That convergent subsequence is taken as here xnk, and that is convergent, which is converging to a real number, some L, small l ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ലിമിറ്റ്. അപ്പോൾ എനിക്ക് എൻ്റെ സീക്വൻസ് എക്സൻ ബൗണ്ടഡ് ആയ കാരണം കൊണ്ട് എനിക്ക് അതിനൊരു കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ട്. ആ കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഇവിടെ എടുത്തിരിക്കുന്നത് സീക്വൻസ് എക്സൻ കെ ആണ്. അത് കൺവെർജ് ചെയ്യുന്നത് എൽ എന്ന് പറയുന്ന റിയൽ നമ്പറിലേക്കാണ്. ഇനി നമ്മുടെ എയിം എന്തായിരുന്നു? നമുക്ക് ഒറിജിനൽ സീക്വൻസ് എക്സൻ കൺവെർജൻ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എൻ്റെ സീക്വൻസ് എക്സൻ കോഷി സീക്വൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അസംഷനിൽ. അത് പ്രകാരം എനിക്ക് ഡെഫിനിഷൻ പ്രകാരം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a natural number capital H such that modulus of xn minus xcm less than epsilon by 2 for all n comma m greater than or equal to capital H എന്ന് പറയാം. അതിന് ഞാൻ ഒരു ഇനീക്വാലിറ്റി ആയിട്ട് നമ്പർ ചെയ്യുന്നു. ഞാൻ എപ്സിലോൺ ബൈ 2 എന്തിനാണ് എടുത്തതെന്ന് നമുക്ക് അറിയാം. അത് അവസാനം നമുക്ക് ഭംഗിയായിട്ടുള്ള എപ്സിലോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മോഡ് സീക്വൻസ് എക്സൻ കെ, അത് എൻ്റെ ഒറിജിനൽ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ്. അത് കൺവേർജ് ചെയ്യുന്നത് എല്ലിലേക്കാന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള സീക്വൻസ് എക്സൻ കെ കൺവേർജൻ്റ് ആണെങ്കിൽ എനിക്ക് തീർച്ചയായും ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ സ്റ്റേജിനപ്പുറം എൻ്റെ സീക്വൻസിൽ വരുന്ന ടേമുകളെല്ലാം തന്നെ മോഡുലസ് ഓഫ് എക്സൻ മൈനസ് ദാറ്റ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ അല്ല ആവശ്യം, അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എലമെൻ്റ് ആണ് ആവശ്യം. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സീക്വൻസ് എക്സൻ കെയിലെ സീക്വൻസ് എക്സനിലെ മുഴുവൻ ടൈം ഉണ്ടായിരിക്കില്ല. അവിടെ n1 n2 n3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സഫിക്സുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സബ് സീക്വൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എൻ്റെ സബ് സീക്വൻസിലെ സഫിക്സുകളെ ഞാൻ ഒരു സെറ്റായിട്ട് എടുക്കുന്നു. ദാറ്റ് മീൻസ് n1 n2 n3 എക്സെട്ര സോ ഓൺ. എനിക്കറിയാം സീക്വൻസ് ഇപ്പോൾ സബ് സീക്വൻസ് ആണെങ്കിലും സീക്വൻസ് ആണെങ്കിലും കൺവേർജ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം അത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മോഡുലസ് ഓഫ് എക്സൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെറ്റിനകത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ്, ഇതിനകത്തുള്ളത് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും, കറക്റ്റ് ഫുൾ നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കില്ല, വിട്ടുവിട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കാം. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമുള്ളത് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മുടെ നേരത്തെ പറഞ്ഞ എപ്സിലോണിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നേരത്തെ എടുത്തിരിക്കുന്ന എപ്സിലോൺ തന്നെ വീണ്ടും എടുക്കുന്നു. സീക്വൻസ് എക്സൻ കെ എല്ലിലേക്ക് കൺവെർജൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സ്റ്റേജിന് അപ്പുറമുള്ള എല്ലാ സീക്വൻസിലെ ടൈമുകൾക്കും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക ടൈമല്ല എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എച്ച് എന്ന് പറഞ്ഞ നേരത്തെ നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ നമ്പറുകൾക്കും സാധിക്കുമെങ്കിൽ എച്ചിനപ്പുറമുള്ള ഒരു ടൈമിനെങ്കിലും അത് സാധിച്ചിരിക്കണം. എച്ചിനപ്പുറമുള്ള ഒരു ടൈമിനെങ്കിലും സാധിച്ചിരിക്കണം. കാരണം എച്ചിനപ്പുറം നമുക്ക് ഒത്തിരി നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ സീക്വൻസ് ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും എച്ചിനപ്പുറം ഒത്തിരി നാച്ചുറൽ നമ്പറുകൾക്ക് നിങ്ങൾക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതിലെ ഒരെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന കെ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് അതിനെ ഫൈനലൈസ് ചെയ്തിട്ട് പറയുന്നത്. സീക്വൻസ് എക്സ് എൻ കെ കൺവേർജിങ് ടു എൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ടു യുവർ എപ്സിലോൺ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ എച്ചിനേക്കാൾ വലുതായിട്ട് ഒരു കെ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് that particular corresponding to k, your xk satisfy the condition modulus of xk minus l less than epsilon by 2. ഇതാണ് നമ്മുടെ ഇനീക്വാലിറ്റി നമ്പർ 2. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഫസ്റ്റ് ഇനീക്വാലിറ്റിയിൽ xn minus xcm less than epsilon by 2 for all n, m greater than or equal to h ആണ്. അവിടെ എമ്മിന് പകരം ഞാൻ എൻ്റെ കെ പ്ലേസ് ചെയ്യുന്നു. കാരണം എച്ചിൻ്റെക്കാളും വലുതോ ഈക്വൽ ആയിട്ടുള്ള ഏത് എൻ കോമ എമ്മിനും സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ എച്ചിനേക്കാളും വലുതായിട്ടുള്ള ക്യാപിറ്റൽ കെക്കും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ ക്യാപിറ്റൽ കെ എനിക്ക് എവിടുന്നാണ് കിട്ടിയത്? ക്യാപിറ്റൽ കെ ഈസ് ദ വൺ ഓഫ് ദ
നാച്ചുറൽ നമ്പർ ബിലോങ് ടു ദ സെറ്റ്. ഏത് സെറ്റ്? നമ്മുടെ സബ്സീക്വൻസിന്റെ സഫിക്സുകൾ വരുന്ന സെറ്റ്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പർ എന്തായാലും നമ്മുടെ ഒറിജിനൽ സീക്വൻസിൽ ഉണ്ടായിരിക്കും. കാരണം ഒറിജിനൽ സീക്വൻസിൽ ഒരു നാച്ചുറൽ നമ്പറിനും പഴുതില്ല, കാരണം എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് കുറച്ച് മാത്രം പെറുക്കിയെടുത്തിട്ടാണ് നമ്മുടെ സബ്സീക്വൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് കെ എന്ന് പറയുന്ന ടേം നിങ്ങളുടെ സബ്സീക്വൻസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും എക്സ് കെ എന്ന് പറയുന്ന ടേം നിങ്ങളുടെ ഒറിജിനൽ സീക്വൻസിലുണ്ടായിരിക്കും. അപ്പോൾ എക്സ് കെ എന്ന് പറയുന്ന ടേം നമുക്ക് ഇവിടെ എക്സ് എമ്മിന് പകരം പ്ലേസ് ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് ഇൻഇക്വാലിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഇൻഇക്വാലിറ്റി ഇവിടുത്തെ റീറൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഇൻഇക്വാലിറ്റി ഉണ്ട്. ഇനി നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മളിവിടെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എൽ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സ് എൻ ഈസ് എ ജനറൽ ടേം ആൻഡ് എൽ ഈസ് ദ ലിമിറ്റ്. അതിനകത്ത് മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ ഒക്കെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ക്ലബ് ചെയ്തതിന് ശേഷം ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ്? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എൽ. ഹിയർ വി നോ ദാറ്റ് modulus of xn minus xk is less than epsilon by 2 for all n greater than or equal to h, and you know that by the second inequality modulus of xk minus l is less than epsilon by 2, and we can replace by epsilon by 2 both term we get is equal to epsilon for all n greater than or equal to h. എന്താ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്? for any epsilon greater than 0 there is a natural number capital H such that modulus of xn minus L less than epsilon for all n greater than or equal to capital H. That means by the definition of convergence of sequence xn is converging to L. That means your sequence xn is convergent. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കൺവെർജന്റ് ആണെന്ന് മാത്രമാണ്. L എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇടയിൽ നമ്മുടെ സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് എടുത്തെന്ന് മാത്രം, അതിലേക്ക് ചെയ്യുന്നു എന്ന് മാത്രം. നമുക്കത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയേണ്ട കാര്യമില്ല. നമുക്കിവിടെ കൺവെർജന്റ് ആണെന്ന് പറയുകയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ കോൺവേഴ്സ് പാർട്ട്. അസ്യൂം ചെയ്തത് സീക്വൻസ് ഒരു കോഷി സീക്വൻസ് ആണ് കിട്ടിയത്, അതിപ്പോൾ കൺവെർജന്റ് ആണ്. സോ ജനറലി 2 പാർട്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടും കോഷി സീക്വൻസ് ഇസ് a sequence is Cauchy if and only if which is convergent. Cauchy sequence ആണെങ്കിൽ കൺവെർജന്റ് ആയിരിക്കും, കൺവെർജന്റ് സീക്വൻസ് ആണെങ്കിൽ അത് Cauchy ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Cauchy സീക്വൻസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കൺവെർജന്റ് സീക്വൻസ് പറഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ ഒരു 1/n എന്ന് പറയുന്ന സീക്വൻസ് പറഞ്ഞിരുന്നു Cauchy സീക്വൻസ് ആയിട്ട്. ഹിയർ വി നോ ദാറ്റ് അവർ 1/n is converging to 0 therefore which is Cauchy. നമുക്ക് ഒത്തിരി എക്സാമ്പിളുകൾ, നമുക്ക് ഒരുപാട് കൺവെർജൻസ് സീക്വൻസുകൾ അറിയാം. എല്ലാ കൺവെർജൻസ് സീക്വൻസും Cauchy സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇനി Cauchy സീക്വൻസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഇരുന്ന് ആലോചിക്കരുത്. നമുക്ക് കൺവെർജൻസ് സീക്വൻസിന്റെ എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ തിയറം പ്രകാരം അത് Cauchy സീക്വൻസിലും എക്സാമ്പിളായിട്ട് മാറുന്നു. താങ്ക് യു.